യൂട്യൂബ് മോണറ്റൈസേഷൻ എന്തുകൊണ്ടാണ് റിജക്റ്റ് ആകുന്നത്? പലരും പുതിയ ചാനൽ തുടങ്ങും, എന്നിട്ട് അതിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് മോണറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാക്കിയ ശേഷം റിവ്യൂവിന് അയക്കും. പക്ഷേ റിസൾട്ട് വരുന്നത് റിജക്റ്റഡ് എന്നാണ്. ചിലരുടെ ചാനൽ ഇതിനകം തന്നെ മോണറ്റൈസ് ആയിട്ടുണ്ടാകും, പക്ഷേ പിന്നീട് ചില തെറ്റുകൾ കാരണം ചാനൽ ഡീമോണറ്റൈസ് ആകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മോണറ്റൈസേഷൻ റിജക്റ്റ് ആകാനോ അല്ലെങ്കിൽ ഡീമോണറ്റൈസ് ആകാനോ പ്രധാനമാകുന്ന 10 തെറ്റുകൾ നോക്കാം. ഇതിൽ പലതും പുതിയ ക്രിയേറ്റേഴ്സിന് അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ്. അതിൽ ഒന്നാമത്തെ തെറ്റ് റീയൂസ്ഡ് കണ്ടന്റ്. മോണറ്റൈസേഷൻ റിജക്റ്റ് ആകാനുള്ള ഏറ്റവും വലിയ കാരണം റീയൂസ്ഡ് കണ്ടന്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കാത്ത കണ്ടന്റ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് റീയൂസ്ഡ് കണ്ടന്റ്. ഉദാഹരണത്തിന് TV സീരിയൽ അപ്ലോഡ് ചെയ്യുക, മറ്റുള്ളവരുടെ ഷോർട്സ് ഒന്നിച്ച് ചേർത്ത് അപ്ലോഡ് ചെയ്യുക, മറ്റൊരാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിനെ ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയാൻ കഴിയില്ല. അത് റെക്കോർഡ് ചെയ്തത് നിങ്ങളാണെങ്കിലും കണ്ടന്റ് നിങ്ങളുടേതല്ല. അതുകൊണ്ട് ഇത് റീയൂസ്ഡ് കണ്ടന്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക്, പൂർണ്ണമായും AI ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കാം. യൂട്യൂബ് ഒറിജിനാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോയിലെ സ്ക്രിപ്റ്റ്, അതുപോലെ വോയിസ്, അതുപോലെ വിഷ്വൽ എല്ലാം AI ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ മോണറ്റൈസേഷൻ പ്രശ്നങ്ങൾ വരാം. നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, പക്ഷേ റഫറൻസിനായി മാത്രം ഉപയോഗിക്കുക. വീഡിയോയിൽ ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫേസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വോയിസ് ഉപയോഗിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഒറിജിനൽ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക്, സ്വന്തം വീഡിയോ വീണ്ടും വീണ്ടും കാണുക. ചാനൽ മോണറ്റൈസ് ആയതിനു ശേഷം സ്വന്തം വീഡിയോസ് വീണ്ടും വീണ്ടും കാണരുത്. കാരണം നിങ്ങൾ ആഡ്സ് കാണുകയും ആഡ്സിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റിയായി കണക്കാക്കാം. ഇത് ആഡ്സെൻസ് ഡിസേബിൾ ആകാനുള്ള കാരണമാകും. ഇനി നാലാമത്തെ മിസ്റ്റേക്ക്, ചാനൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ മാത്രം മോണറ്റൈസേഷൻ ലഭിക്കില്ല. ചാനലിൽ ആവശ്യമായ വിവരങ്ങളും ശരിയായിരിക്കണം. ഉദാഹരണത്തിന് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടില്ല, അതുപോലെ എബൌട്ട് സെക്ഷൻ ഒന്നും എഴുതിയിട്ടില്ല, അതുപോലെ ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ഉണ്ട്. അപ്പം ഇവയും മോണറ്റൈസേഷൻ റിജക്റ്റ് ആവാൻ കാരണമാകും. ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്ക്, കീവേഡ് സ്റ്റഫിംഗ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബന്ധമില്ലാത്ത കീവേഡ്സ് നിറയ്ക്കുന്നത് തെറ്റാണ്. ഉദാഹരണത്തിന് പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ പേരുകൾ ചേർക്കുക, വീഡിയോയുമായി ബന്ധമില്ലാത്ത ടാഗ്സ് ചേർക്കുക. ഇതിനെ കീവേഡ് സ്റ്റഫിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് മിസ്ലീഡിംഗ് മെറ്റാഡാറ്റ പോളിസി ലംഘനമായി കണക്കാക്കാം. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട കീവേഡ്സ് മാത്രം ഉപയോഗിക്കുക. ഇനി ആറാമത്തെ മിസ്റ്റേക്ക്, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ലംഘിക്കുക. കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് വാണിംഗ് ലഭിക്കാം, അതുപോലെ സ്ട്രൈക്ക് ലഭിക്കാം, അതുപോലെ അത് മോണറ്റൈസേഷനെ ബാധിക്കാം. മോണറ്റൈസ് ആയ ചാനൽ ആണെങ്കിലും വീണ്ടും വീണ്ടും പോളിസി ലംഘിച്ചാൽ അപ്ലോഡ് റെസ്ട്രിക്ഷൻ വരാം. ചിലപ്പോൾ മോണറ്റൈസേഷനും പ്രശ്നമാകും. ഇനി ഏഴാമത്തെ മിസ്റ്റേക്ക്, ലോ എഫോർട്ട് കണ്ടന്റ്. വളരെ കുറച്ച് പരിശ്രമം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കണ്ടന്റ്. ഉദാഹരണത്തിന് റോയാലിറ്റി ഫ്രീ വീഡിയോസ് ഒന്നിച്ച് ചേർക്കുക, റോയാലിറ്റി ഫ്രീ മ്യൂസിക് മാത്രം ഉപയോഗിച്ച് വീഡിയോ ഉണ്ടാക്കുക, അർത്ഥമില്ലാത്ത റാൻഡം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള ലോ എഫോർട്ട് കണ്ടന്റ് പലപ്പോഴും മോണറ്റൈസ് ആവില്ല. എട്ടാമത്തെ മിസ്റ്റേക്ക്, അഡ്വർടൈസർ ഫ്രണ്ട്ലി കണ്ടന്റ് അല്ലാത്തത്. കോപ്പിറൈറ്റ് ഇല്ലാത്ത കണ്ടന്റ് ആണെങ്കിലും അഡ്വർടൈസർ ഫ്രണ്ട്ലി പോളിസീസ് പാലിക്കണം. അഡ്വർടൈസേഴ്സ് പരസ്യം കാണിക്കാൻ താല്പര്യമില്ലാത്ത കണ്ടന്റ് അപ്ലോഡ് ചെയ്താൽ മോണറ്റൈസേഷൻ പ്രശ്നങ്ങൾ വരാം. ഇനി ഒമ്പതാമത്തെ മിസ്റ്റേക്ക്, 6 മാസം ഒന്നും അപ്ലോഡ് ചെയ്യാതിരിക്കുക. ചാനൽ മോണറ്റൈസ് ആയതിനു ശേഷം 6 മാസം വരെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ചാനൽ ആക്റ്റീവ് അല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ യൂട്യൂബ് മോണറ്റൈസേഷൻ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പത്താമത്തെ മിസ്റ്റേക്ക്, വാച്ച് ടൈം കുറയുക. മോണറ്റൈസേഷൻ കിട്ടിയ ശേഷം വളരെ കാലം കണ്ടന്റ് അപ്ലോഡ് ചെയ്യാതിരുന്നാൽ വാച്ച് ടൈം കുറയും, ചാനലിന്റെ ആക്ടിവിറ്റിയും കുറയും. ഇത് മോണറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാകും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട 10 കാര്യങ്ങൾ: ഒന്നാമത്തത്, റീയൂസ്ഡ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യരുത്. രണ്ടാമത്തത്, വീഡിയോ മുഴുവൻ AI ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കരുത്. മൂന്നാമത്തത്, സ്വന്തം വീഡിയോ വീണ്ടും വീണ്ടും കാണരുത്. നാലാമത്തത്, ചാനൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക. അഞ്ചാമത്തത്, കീവേഡ് സ്റ്റഫിംഗ് ഒഴിവാക്കുക. ആറാമത്തത്, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പാലിക്കുക. ഏഴാമത്തത്, ലോ എഫോർട്ട് കണ്ടന്റ് ഒഴിവാക്കുക. എട്ടാമത്തത്, അഡ്വർടൈസർ ഫ്രണ്ട്ലി കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഒമ്പതാമത്തത്, ചാനൽ ആക്റ്റീവായി നിലനിർത്തുക. പത്താമത്തത്, സ്ഥിരമായി പുതിയ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക. ഈ 10 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് റിജക്റ്റ് ആകാനോ അല്ലെങ്കിൽ ഡീമോണറ്റൈസ് ആകാനോ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.